എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറിലേക്ക് സ്വാഗതം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2026 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. തിരുവാതിര നക്ഷത്രക്കാരുടെ ജൂൺ 2026 എങ്ങനെയാണ് നോക്കാം. Magician energy, Queen of Crystals, Nine of Crystals, Page of Crystals, Tower moment and ഷാഡോ എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ മെജീഷ്യൻ എനർജി, അതേപോലെ തന്നെ ടവർ മൊമെൻറ്റ്. ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു എന്താ നമ്മൾ പറയുക, ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു സമയമാണ്. മാത്രമല്ല വലിയൊരു മാറ്റം ജീവിതത്തിൽ ഒരു ഇതുവരെ ഉണ്ടാക്കി കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇതുവരെ ജീവിച്ചു പോന്നിരുന്ന രീതികൾ, വഴികളിൽ, അല്ലെങ്കിൽ നിങ്ങൾ നമ്മളെല്ലാവരും ജീവിതത്തിലൊരു അടിത്തറ ഉണ്ടാവുമല്ലോ, പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ജീവിതം കെട്ടിപ്പടുക്കുന്നത്. അപ്പോൾ ആ ഒരു അടിത്തറ അതിൽ മാറ്റം വരുത്തേണ്ട സമയമാണ്. അപ്പോൾ അതിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തേണ്ടുന്ന ഒരു സമയമായി എന്നുള്ളത് കൂടിയിട്ടാണ് ഇതിപ്പോൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ ഖെമിലിയോൺ എനർജിയാണ്. നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ്, അതായത് ഈ ഒരു മാറ്റം, പുതിയൊരു അടിത്തറ നിങ്ങൾക്ക് സൃഷ്ടിച്ച് അതിന് മേൽ പുതിയൊരു ജീവിതം പടുത്തുയർത്താനുള്ള ഒരു അവസരമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതല്ല ശരിക്കും ഒരു കാലം വരെ അല്ലെങ്കിൽ ഇന്നലെ വരെ അതായിരുന്നു നിങ്ങളുടെ ജീവിതം. പക്ഷേ ഇനി അങ്ങോട്ടേക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി എന്നുള്ളൊരു സൂചന നൽകിയാൽ പോലും നിങ്ങൾ ഇനി ഇതൊക്കെ രണ്ടാമത് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാകും എന്നൊക്കെയുള്ളൊരു ചിന്തയായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അങ്ങനെയല്ല. ഇനി അത് ചാലഞ്ചിങ് ആയിരിക്കുമില്ല എന്നുള്ളതല്ല, പക്ഷെ യു ഹാവ് ടു ഗ്രാൻഡ് പെർമിഷൻ ടു യുവർ സെൽഫ്. അതായത് നിങ്ങളുടെ ജീവിതം വീണ്ടും പടുത്തെടുത്താനുള്ളൊരു സമയമായിരിക്കുന്നു എന്നുള്ളത്. ഒരിടത്തും നിങ്ങൾ സ്റ്റക്കല്ല. പലപ്പോഴും പലരെ സംബന്ധിച്ച് ഇതെടുത്ത് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു നാട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോൾ ഓൾറെഡി ഒരു 40 ഇയേഴ്സിനോട് അടുത്തായിട്ടുണ്ടാവാം. നിങ്ങൾക്ക് പക്ഷേ ഇപ്പോഴാണ് ഒരു അവസരവും കാര്യങ്ങളൊക്കെ വരുന്ന വിദേശത്തേക്ക് പോകാൻ. നിങ്ങൾ പണ്ട് ആഗ്രഹിച്ച കാര്യമായിരിക്കും 20s, പക്ഷേ അന്നും നടന്നിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഒരു അവസരം വരികയാണ്. പക്ഷേ ഇനിയിപ്പോൾ ഇത്രയും കാലമായി അല്ലെങ്കിൽ അങ്ങനെ കുറേ ചിന്തകളുണ്ടാവും. അതൊക്കെ മാറ്റിവെക്കാൻ നിങ്ങൾക്ക് എങ്കിൽ മാത്രം, മറ്റുള്ളവരുടെ ചിന്തകൾക്കനുസരിച്ചിട്ടല്ല, അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുന്ന സമയമാണ്. അതേപോലെ തന്നെ ഇവിടെ ഒത്തിരി വലിയ മാറ്റമാണെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളിനി ഓൾറെഡി വിദേശത്തുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലുള്ള ഒരാളാണെങ്കിൽ യൂറോപ്പിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെ ഏതെങ്കിലും രാജ്യത്ത്, അല്ലെങ്കിൽ US ഇന്നൊരു സ്ഥലത്ത് നിന്ന് പൂർണ്ണമായിട്ടൊരു പറിച്ചുനടൽ മറ്റൊരിടത്തേക്ക് ഇതിനുള്ള അവസരമാണ്. കാരണം നിങ്ങൾ ഓൾറെഡി ഈ ഒരു സ്ഥലം മടുത്തു, അല്ലെങ്കിൽ ഇവിടെ അല്ല, എനിക്ക് ഇങ്ങനെയല്ല ജീവിതം വേണ്ടത് എന്നൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഒരു വ്യക്തിയാണെങ്കിൽ ആ ഒരു മാറ്റത്തിൻ്റെ ഒരു സമയമായിട്ടുണ്ട് എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത്. കാരണം ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള മാറ്റം നിങ്ങൾക്ക് ശ്രമിച്ചാൽ നടക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. അതായത് കംഫർട്ട് സോണിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്കൊരു വീടും എല്ലാ സാഹചര്യങ്ങളും ആയിട്ടുണ്ടാവാം, പക്ഷേ എന്തോ നിങ്ങൾക്ക് മിസ്സിങ് ആണ് അവിടുന്ന്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റം നിങ്ങൾക്ക് വേണ്ട സമയമായിരിക്കാം ഇത്. അപ്പോൾ അത് വേണോ വേണ്ടയോ എന്നുള്ളൊരു ചിന്തയായിരിക്കാം. ഇപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചൊരു മലേഷ്യ, സിംഗപ്പൂർ അങ്ങനെയുള്ളൊരു ഏഷ്യൻ രാജ്യത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നൊരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം എങ്കിൽ ആ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതിനെ നിങ്ങൾ ശ്രമിക്കുക, നിങ്ങളായിട്ട് അതിന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം എന്നുള്ളത്. കാരണം മെജീഷ്യൻ എനർജിയാണ്. എന്തും സാധ്യമാക്കാൻ പറ്റുന്ന സമയമാണ്. എന്തും സാധ്യമാക്കാൻ എന്ന് പറഞ്ഞാൽ മാനിഫെസ്റ്റേഷൻ ടൈമാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. വളരെയധികം ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉള്ളൊരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്നോവേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു പക്ഷേ ചില ആളുകൾ ഇത് റെയറായിട്ടുള്ള എനർജിയാണ്, എല്ലാവർക്കും അല്ല. പക്ഷെ നിങ്ങളെന്തോ ഗവേഷണം അല്ലെങ്കിൽ നിങ്ങളായിട്ട് പുതിയതായിട്ട് എന്തോ ഒന്ന് കണ്ടുപിടിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ എന്തോ ഒരു പേറ്റൻ്റ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഗവേഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഗവേഷണ രംഗത്തേക്ക് പോകുന്ന സാഹചര്യം, വിദ്യാഭ്യാസവും ഗവേഷണവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെയുള്ള കാര്യങ്ങൾ തൽപരരായിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റിയ ഒരു സമയം കൂടിയിട്ടാണ് ഇതെന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. അതേപോലെ ക്യൂൻ ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് പേജ് ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ്.
ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർന്നു നിൽക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ്. സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികൾ അതിജീവിച്ച ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഓക്കെ, നിങ്ങൾ ഒത്തിരി കാരണം ഫിനാൻഷ്യലി ഒത്തിരി സാധ്യതകളുണ്ട്, കരിയറിലും നല്ല സമയമാണ്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ഒത്തിരി നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ജോലിയിൽ പ്രൊമോഷൻ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്, സർക്കാർ ജോലി പെർമനൻറ്റ് പൊസിഷനിലേക്ക് എത്തുന്നു, ഹയർ പൊസിഷനിൽ മാനേജറൽ പൊസിഷൻ അതോറിറ്റി പൊസിഷനിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണ് പല സിറ്റുവേഷൻ നമ്മൾ പുതിയൊരു ജോലി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ പുതിയൊരു പൊസിഷനിലേക്ക് കയറുമ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും ആ തുടക്കത്തിൽ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കുറയും, വർക്കിൽ അത് കാണുന്നില്ല എങ്കിലും. പക്ഷെ നിങ്ങൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒത്തിരി അമിതമായിട്ട് ലോഡ് എടുക്കാൻ ചിലപ്പോൾ, അതായത് ആ ഒരു അതിൻ്റെ ത്രില്ലിൽ എല്ലാ പ്രൊജക്റ്റും അല്ലെങ്കിൽ എല്ലാം കയ്യിൽ വരുന്നതോ വേണ്ടതും വേണ്ടതോ ഒക്കെ നിങ്ങൾ ഏറ്റെടുക്കും. അപ്പം ഇങ്ങനെ എല്ലാം നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏത് രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളത് കൂടി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ആവശ്യത്തിൽ കവിഞ്ഞ് ലോഡ് എടുക്കാതിരിക്കുക, അതായത് നിങ്ങൾക്ക് വേണ്ടുന്ന റെസ്റ്റും റിലാക്സേഷനും ആവശ്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് എന്താ പറയുക, ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാം. ഒരു എന്താ പറയുക, ചെറിയൊരു മസാജോ സ്പായോ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളിപ്പോൾ പറയും, ചില ആളുകൾ കേൾക്കും പറയും അതിനുള്ള പൈസ കയ്യിലില്ല എന്ന്. അപ്പോൾ ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചിട്ടാണ് അവരവർ ജീവിക്കുക. അപ്പോൾ അത് പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തവർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത് എന്താണോ, നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുക, അത് നിങ്ങൾ തന്നെ കണ്ടെത്തുക. ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാവാം. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് കണ്ടെത്തുക. സാമ്പത്തികം ഒഴുകി നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതേപോലെ ക്യൂൻ ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് ഷാഡോ എനർജിയാണ്. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വളരെ അംബീഷ്യസ് ആയിരിക്കും. അപ്പോൾ ഒരു എന്താ പറയുക, സെൽഫ് എംപവേർഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ സെൽഫ് എംപവർമെൻറ്റ്, നിങ്ങൾ എന്താണോ ലൈഫിൽ ചെയ്യാൻ ആഗ്രഹിച്ച് അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളതും, അതേപോലെ തന്നെ കോൺഫിഡൻസ് കൂടുന്നു എന്നുള്ളതും വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, യാത്രകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ സെൽഫ് എംപവർമെൻറ്റും യാത്രയും തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ചോദിച്ചാൽ, നിങ്ങളെ സംബന്ധിച്ച് ചില യാത്രകളെന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ ആ യാത്രയിലൂടെ നമ്മൾ നേടിയെടുത്ത കാര്യങ്ങൾ ലൈഫിൽ മുഴുവൻ നമ്മൾ ശ്രമിച്ചിട്ടും നേടാൻ കഴിയാത്ത കാര്യങ്ങൾ, ചില കാര്യങ്ങൾ അർത്ഥം എന്താണ്, ചിലതിൻ്റെ അർത്ഥം എന്താണ്, എങ്ങനെയാണ്, എന്തിനാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ ലൈഫ് പേർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങളുടെ നിയോഗം മനസ്സിലാക്കുന്ന ഒരു യാത്രയായിരിക്കും. ഇപ്പോൾ ചില ആളുകൾ പറയുന്ന യാത്രകളിൽ പോയതിനു ശേഷം അത് ചിലപ്പോൾ ഒരു ആത്മീയ യാത്രയാവാം, ക്ഷേത്രങ്ങളോ പള്ളികളോ അതുപോലെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിഗൂഢമായിട്ടുള്ള സ്ഥലങ്ങൾ, ഇപ്പോൾ ട്രെക്കിങ്ങിനോ മൗണ്ടനറിങ് അതുപോലുള്ള യാത്രകൾ, അല്ലെങ്കിൽ പ്രത്യേക സ്ഥലത്ത് പോകുമ്പോൾ ചില ആളുകൾക്ക് ചിലൊരു വൈബ് കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ഉത്തരമുണ്ട്, നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിനുള്ളൊരു ഉത്തരം. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ യാത്രകൾക്കുള്ള അവസരം വരികയാണ്, പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും യാത്രകൾ വരികയാണെങ്കിൽ അത് ഒഴിവാക്കാതിരിക്കുക. യാത്രയിൽ പോയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവും എന്നുള്ളതാണ്. ഓക്കെ, 9 ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് ടവർ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു എനർജി ജീവിതത്തിൽ നിങ്ങൾ ഇത്രയും നാൾ ശ്രമിച്ചിട്ട് നടക്കാതെ പോയിട്ടുള്ള സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ ഏതു രീതിയിലാണോ നിങ്ങളെ കാണുന്നത് അതിൽ തന്നെ മാറ്റം ഉണ്ടാവണം. കാരണം ഒട്ടും കോൺഫിഡൻസ് ഇല്ലാതെ ആരോടും സംസാരിക്കാൻ പറ്റാത്തൊരു എനർജി ആയിരിക്കാം നിങ്ങളിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആണ്, ജീവിതത്തിൽ ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല, നിങ്ങൾ അധ്വാനിച്ച് മുന്നേറുന്ന ഒരു സമയം തന്നെയാണ്. പ്രായമായിട്ടുള്ള ആളുകളായിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് സ്വന്തമായിട്ട് അധ്വാനിച്ച് നിങ്ങൾക്ക് മുന്നേറാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ സെക്യൂരിറ്റി ഈ ഒരു മാസത്തിൽ ലഭിക്കുന്നുണ്ട്. കുടുംബ അന്തരീക്ഷം പൊതുവേ സന്തുഷ്ടമായിരിക്കും. കാരണം പൊതുവേ നിങ്ങളെ സംബന്ധിച്ച് അലട്ടുന്ന ഒരു കാര്യം സാമ്പത്തികമായിരുന്നു എങ്കിൽ ആ ഒരു വിഷയം മാറുന്നതിലൂടെ ഒരു ഹാപ്പിനെസ് ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ സന്തോഷം ഉണ്ടാവുന്നുണ്ട്, ഫാമിലിയായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ തൃപ്തികരമായിട്ട് ലഭിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ്, അങ്ങനെ ഒരു സാധ്യതയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ എന്തോ ഒന്ന്
ട്രൈ ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിസിനസ്സോ മറ്റോ. അപ്പോൾ അതിൽ സക്സസ്ഫുൾ ആകുന്ന സിറ്റുവേഷനും സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.